everyone, welcome to LK Group of Educational Services. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ബാക്ക് ഓഫ് ബോറോയിങ് അല്ലെങ്കിൽ മേ ബി ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പല പേരിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വേറെ രണ്ട് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. അതെന്താണെന്നല്ലേ, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. Our Indian constitution is also known as or compared with ഫെഡറൽ ആൻഡ് യൂണിറ്ററി ഫീച്ചർ. അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ നമ്മുടെ എലമെൻറ്റ് ഓഫ് ആ കൺട്രി കൺസിഡർ ചെയ്യുന്നത് ഫെഡറലും യൂണിറ്ററി ആയിട്ടാണ്. അപ്പോൾ ഈ ഫെഡറൽ ഫീച്ചേഴ്സും യൂണിറ്ററി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് അല്ല. അതുകൊണ്ട് നമുക്ക് പാർട്സ് ആയിട്ട് ഫെഡറൽ ഫീച്ചേഴ്സും യൂണിറ്ററി ഫീച്ചേഴ്സും ഇൻഡിവിജ്വലായിട്ട് കാണാം. അപ്പോൾ ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 or 2 ഫീച്ചേഴ്സ് അല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ, ബൾക്കിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ കുറേ ഫെഡറൽ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫെഡറൽ ഫീച്ചേഴ്സ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. ഇൻട്രൊഡക്ഷൻ. Indian constitution provides for a federal system with a unitary bias. The union list subjects are governed by the central government, whereas the state list is governed by the states. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ഫെഡറൽ ടൈപ്പ് ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത്. അതായത് യൂണിറ്ററി ബയാസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ. The union list subjects are governed by the central government and state list are governed by our state government. അപ്പോൾ നമ്മുടെ രാജ്യം എന്ന് പറയാൻ നമുക്കറിയാം, നമുക്കൊരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. അതിനെ നമ്മൾ ഓൾട്ടർനേറ്റ്, സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നതിന് ഓൾട്ടർനേറ്റ് നെയിമാണ് യൂണിയൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ, ഷെഡ്യൂൾ 7 ലിസ്റ്റുകൾ എടുക്കുമ്പോൾ നമുക്ക് 3 ലിസ്റ്റുകളാണുള്ളത്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ ഈ 3 ലിസ്റ്റുകളും നമുക്ക് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് നമുക്കുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നാഷണൽ ഹൈവേ എടുക്കുമ്പോൾ അതൊരിക്കലും സ്റ്റേറ്റിൻ്റെ അല്ല. നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് എന്തിൻ്റെ ആയിരിക്കും? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? നമുക്കറിയാം, KCB, കേരള ഗവൺമെൻറ്റാണ് അത് റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഫീച്ചേഴ്സ് എടുക്കുമ്പോൾ യൂണിയൻ ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, സ്റ്റേറ്റ് ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. പിന്നെ 3ാമത്തെ ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. ഇതിൽ 2 പേർക്കും ഇൻവോൾവ് ചെയ്യാം. അതായത് യൂണിയനും അതിൽ തീരുമാനം എടുക്കാം, സ്റ്റേറ്റിനും അതിൽ തീരുമാനം എടുക്കാം. പക്ഷേ അതിൽ യൂണിയനും സ്റ്റേറ്റും ഒരുമിച്ച് തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും യൂണിയൻ ആയിരിക്കും കുറച്ചുകൂടെ അപ്പർ ഹാൻഡ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ. അപ്പം നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട് ഓരോ ബോഡിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡെസിഷൻ മേക്കിംഗ് പ്രൊവൈഡ് ചെയ്യാമെന്ന്. അത് തന്നെ ഒരു ഫെഡറൽ ഫീച്ചറിൻ്റെ ഒരു ബേസിക് ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ in this list, state in India, unlike states in the United States, does not have the power to write their own constitution. അപ്പോൾ അതായത് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, അൺലൈക്ക് സ്റ്റേറ്റ്സ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും USA അല്ലെങ്കിൽ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ USA കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോഴും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോഴും രണ്ടും റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷെ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റേറ്റുകൾക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻസിലുള്ള എലമെൻസും കാര്യങ്ങളും അവർക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വേണ്ടതെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, അൺലൈക്ക് സ്റ്റേറ്റ്സ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഡു നോട്ട് ഹാവ് ദ പവർ ടു റൈറ്റ് ദ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് അണ്ടറിലുള്ള ഓരോ സ്റ്റേറ്റ്സിന് അവരുടേതായുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാനുള്ള റൈറ്റും ഫ്രീഡവും അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് 1 കോൺസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. അതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് എല്ലാ സ്റ്റേറ്റ്സിനും ഒരേപോലെ തുല്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണ്. അല്ലാണ്ട് കേരളത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, തമിഴ്നാടിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അതാണ് ഇവിടെ പറയുന്ന ഡിഫറൻസ്. The term unitary bias comes from the fact that the central government has residuary power. യൂണിറ്ററി ബയാസ് എന്ന് പറഞ്ഞ ടേം നമ്മളത് മേലെ കണ്ടു. ഈ യൂണിറ്ററി ബയാസ്ഡ് എന്ന് പറഞ്ഞ വേർഡ് എവിടെ നിന്നാണ് വരുന്നത്? അത് സെൻട്രൽ ഗവൺമെൻറ്റിന് റെസിഡറി പവർ കൊടുക്കുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന റെസിഡറി പവറിലാണ് യൂണിറ്ററി ബയാസ്ഡ് എന്ന് പറഞ്ഞ ടേം ഇത് പറയുന്നത്. അതായത് ഇപ്പോൾ സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കുറച്ചുകൂടി ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ആ റെസിഡറി പവറിന് പറയുന്നതാണ് യൂണിറ്ററി ബയാസ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിറ്ററി ബയാസ്ഡ് ആണെന്ന് പറയുന്നത്.
The Indian federal system is based on the Canadian model. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫെഡറൽ സിസ്റ്റം നമ്മൾ എവിടെ നിന്ന് എടുത്തതാണ്? നമ്മുടെ റെഫറൻസ് നമ്മൾ എടുത്തിരിക്കുന്ന കനേഡിയൻ മോഡലിൽ നിന്നാണ്. സോ നൗ വി നോ, അതായത് നമ്മളിപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്കറിയാമായിരുന്നു അത് USSR എന്നാണ് നമ്മൾ ഇൻഫ്ലുവൻസ് എടുത്തത്. അതേപോലെ ഫെഡറൽ സിസ്റ്റം നമ്മൾ എവിടെ നിന്നാണ് ഇൻഫ്ലുവൻസ് എടുത്തത്? കനേഡിയൻ മോഡൽ അല്ലെങ്കിൽ കനേഡിയൻ ഗവൺമെന്റിന്റെ മോഡലിൽ നിന്നാണ് നമ്മൾ റെഫറൻസ് എടുത്തത്. ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി നമ്മൾ ഓരോ ഫെഡറൽ ഫീച്ചേഴ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫെഡറൽ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് നമ്മുടെ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. Features of the Indian Constitution is not only a written document but also the longest constitution in the world. It specifies the structure, organization, power and function of both the central and state government and prescribe the limit within which they must operate. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനും ബൾക്കിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനും ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഉള്ള സ്ട്രക്ചർ ആയിരിക്കണം നമ്മുടെ ഓർഗനൈസേഷൻസിൻ്റെ, അതിൻ്റെ പവേഴ്സ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അവർക്കുള്ള ലിമിറ്റേഷൻസ് എന്താണ്, ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു പോകുന്നുണ്ട്. സെൻട്രലിന് എന്ത് പവറാണ്, സ്റ്റേറ്റിനുള്ള പവർ എന്താണ്, എവിടെയാണ് അവർക്ക് കൺട്രോൾ ചെയ്യപ്പെടുന്നത്, എവിടെയാണ് അവരുടെ പവർ ലിമിറ്റഡ് ആവുന്നത്, ഇതൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ദർ ഇസ് നോ കൺഫ്യൂഷൻ അറൈസിങ്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. Second one, dual polity. The Constitution establishes a dual polity that includes the union at the center and state at the periphery. Each is endowed with sovereign power to be exercised in the field assigned to them respectively by the Constitution. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രണ്ടാമത്തെ ഫെഡറൽ ഫീച്ചർ എന്താണ്? ഡുവൽ പോളിറ്റി. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒന്നിൻ്റെ അണ്ടറിൽ വരുന്നതല്ല. ഈവൻ ദോ ചില കാര്യങ്ങളിൽ വരുമ്പോൾ രണ്ടാൾക്കും ഒരു അപ്പർ ഹാൻഡും ലോവർ പവറും ആണ് ഉണ്ടെങ്കിൽ പോലും സ്റ്റേറ്റ് ഗവൺമെൻറ് കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാം, സെൻട്രലിൻ്റെ കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാം. ചില കാര്യങ്ങളിൽ സെൻട്രലിൻ്റെ ഡിസിഷൻ സ്റ്റേറ്റ് ഫോളോ ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ റിഫ്യൂസൽ അറിയിക്കാനും പറ്റും. സോ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡുവൽ പോളിറ്റിയാണ്. രണ്ട് ബോഡീനെയും ഇൻഡിപെൻഡൻറ്റ് ബോഡി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവർക്ക് അതാത് പവേഴ്സും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഫെഡറൽ ഫീച്ചർ. തേർഡ് വൺ, ബൈകാമറലിസം. The Constitution provides for bicameral legislature in which an upper house, Rajya Sabha, and a lower house, Lok Sabha. Rajya Sabha represents the state of the Indian Union, while the Lok Sabha represents the people of India as a whole. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബൈകാമറൽ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് ബൈകാമറൽ ഗവൺമെൻറ് ആയിട്ടാണ് കണ്ടുവന്നിരിക്കുന്നത്. അതായത് എന്താണ് ബൈകാമറലിസം എന്ന് പറയുന്നത്? നമ്മുടെ ഗവൺമെന്റിന്റെ അണ്ടറിൽ പവർ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? രണ്ട് ഹൗസുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പാർലമെന്റ് പവർ, ആ പവർ അല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് പവർ എങ്ങനെയാണ് കണക്കാക്കുന്നത്? രാജ്യസഭ ആൻഡ് ലോക്സഭ. ഈ രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? രാജ്യസഭ റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ സ്റ്റേറ്റിനെയാണ്. ഇന്ത്യൻ യൂണിയനിലെ ഓരോ സ്റ്റേറ്റിലെ മെമ്പേഴ്സിനെയും രാജ്യസഭയിലേക്ക് വിടും. പക്ഷെ നമ്മുടെ ലോക്സഭ എന്ന് പറയുന്നത് ഹോൾ കൺട്രീനെ റെപ്രസെന്റ് ചെയ്യുന്ന, ഇറ്റ്സ് ഹോൾ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ആണ് ലോക്സഭയിലുള്ള. രാജ്യസഭ ഓരോ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ്സ് ആണ്. അപ്പം നമുക്കറിയാം നമ്മുടെ രണ്ട് ഹൗസ് ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ബൈകാമറൽ എന്ന് പറയുന്നത്. രണ്ട് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അനദർ ഫെഡറൽ ഫീച്ചർ, വെരി ഇമ്പോർട്ടൻറ്റ് ഫെഡറൽ ഫീച്ചർ എന്ന് പറയുന്നത് ബൈകാമറലിസം ആണ്. അതിൽ രണ്ട് ടൈപ്പ് ഓഫ് ഹൗസസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. Fourth one, division of power. The Constitution divided the power between the center and the state in the term of union list, state list and concurrent list in the 7th schedule. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡിവിഷൻ ഓഫ് പവേഴ്സ്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏതിലാണ് പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 7th ഷെഡ്യൂളിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അണ്ടർ വരുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിനും അതേപോലെ സെൻട്രൽ ഗവൺമെന്റിനും എന്തിലൊക്കെ കൈകടത്താം, എന്തിലൊക്കെ ഡിസിഷൻ മേക്ക് ചെയ്യാം എന്ന് പറഞ്ഞൊരു ലിസ്റ്റേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ സെൻട്രൽ ലിസ്റ്റിൽ സെൻട്രൽ ഡെസിഷൻ എടുക്കും, സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റ് ഡെസിഷൻ എടുക്കും. ഇനി രണ്ടാളും കൂടി ഇൻവോൾവ് ആവുന്ന ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. അങ്ങനെ 3 ലിസ്റ്റായിട്ടുണ്ട്. ഏത് ഷെഡ്യൂളിലാണ് പറഞ്ഞിരിക്കുന്നത്?
7th ഷെഡ്യൂളിലാണ് പറഞ്ഞിരിക്കുന്നത്. 5th one, supremacy of the Constitution. The Constitution is the supreme law of the country. The law made by the center and the state should be in conformity with provision. Otherwise, they may be declared invalid by the Supreme or High Court through its power of judicial review. നമുക്കറിയാം, above everything is what? Above all the laws, it is our constitution. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീം പവർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്തൊരു കാര്യത്തിൽ ഡെസിഷൻ എടുക്കുമ്പോഴും നമ്മളെപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ഏതൊരു ലോ ഉണ്ടാക്കുകയാണെങ്കിലും, അത് സെൻട്രൽ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ, ആര് ഡെസിഷൻ എടുക്കുകയാണെങ്കിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യാതെ വേണം എടുക്കാൻ. അങ്ങനെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? സുപ്രീം കോർട്ടിനോ ഹൈക്കോർട്ടിനോ ജുഡീഷ്യൽ റിവ്യൂ വഴി ആ വയലേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അനുമതിയുണ്ട്, അല്ലെങ്കിൽ പവറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുപ്രീമസി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, നമ്മുടെ സുപ്രീം പവർ ഓഫ് ആ കൺട്രി. അപ്പോൾ അതും കൂടെ നമ്മുടെ ഒരു ഫെഡറൽ ഫീച്ചറാണ്. ദാറ്റ് ഇസ് അവർ 5th feature. 6th one, rigid constitution. The division of power established by the Constitution as well as supremacy of the Constitution can be maintained only if the method is the amendment is rigid. It is necessary for both houses to agree to amend the Constitution. Federal provision can be amended only by special majority of the parliament along with approval of half of the state legislature. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിജിഡ് ആണ്, നല്ല പവറായിട്ടും നല്ല റിജിഡ് ആയിട്ട് നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അങ്ങനെ ആർക്ക് വേണമെങ്കിലും വന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തും ചെയ്തിട്ട് പോകാൻ പറ്റില്ല. ഇറ്റ്സ് വെരി സ്ട്രോങ്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഒരു അമെൻമെൻറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരണമെങ്കിൽ അത് എളുപ്പമല്ല, ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരണമെങ്കിൽ എന്താവശ്യമാണ്? 2 ഹൗസിൻ്റെ മുന്നിലും അത് പ്രസൻറ്റ് ചെയ്ത് 2 ഹൗസും ബോത്ത് ഹൗസസ് മസ്റ്റ് എഗ്രി. മെജോറിറ്റിയിൽ അത് 2 ഹൗസസും എഗ്രി ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു അമെൻമെൻറ്റിന് അവിടെ പ്രൊവിഷൻ വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഒരാൾ തീരുമാനിച്ച അമെൻമെൻറ്റ് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫെഡറൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് വോട്ട്സിലാണ് നിൽക്കുന്നത്. 2 ഹൗസിന് മുന്നിൽ അത് പ്രസന്റ് ചെയ്ത് 2 ഹൗസുകളിലും മെജോറിറ്റി വോട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ അമെൻമെന്റിന് അവിടെ ഒരു അപ്രൂവൽ വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം അങ്ങനത്തെ ഒരു അമെൻമെന്റ് നിലനിൽക്കില്ല. അപ്പം നമുക്കതറിയാം. അത് ഈ ഒരു നമ്മൾ ഓൾറെഡി ആ ഒരു പ്രൊവിഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതും ഒരു ഫെഡറൽ ഫീച്ചറാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. 7th one, independent judiciary. The Constitution establishes an independent judiciary headed by the Supreme Court for 2 purposes. 1, to protect the supremacy of the Constitution, and 2, to settle the disputes between the center and state or between the state. അപ്പം നമുക്കറിയാം, അതായത് നമുക്ക് ജുഡീഷ്യൽ ബോഡി, എക്സിക്യൂട്ടീവ് ബോഡി, പിന്നെ ലെജിസ്ലേച്ചർ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമ്മുടെ ഹോൾ പവറിനെ 3 ആംഗിൾ അല്ലെങ്കിൽ 3 ലെവൽ അല്ലെങ്കിൽ ഇപ്പോൾ ട്രിനിറ്റി എന്നൊക്കെ പറയുന്ന 3 പവറായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. There is a judicial body, there is an executive body and there is a legislative body. നമുക്കറിയാം ഈ 3 ബോഡീസും അവരവരായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവർക്ക് കൈ കടത്താൻ പറ്റില്ല, ആരിലും സുപ്രീമസി ഇല്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ പോലും ജുഡീഷ്യറിക്ക് ഒരു സ്ലൈറ്റ് അപ്പർ ഹാൻഡ് ഈ രണ്ട് പവറിനേക്കാളും കൂടുതലുണ്ട്. എന്തുകൊണ്ടാണ്? ജുഡീഷ്യറി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഷീൽഡാണ്. ആ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അണ്ടറിൽ വരുന്ന എല്ലാ സിറ്റിസൻസിനും, എല്ലാ വ്യക്തികൾക്കും ബാക്കി എല്ലാ തരം പവറിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ അവിടെ ഒരു പവറേ ഉള്ളൂ, അത് ജുഡീഷ്യറിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജുഡീഷ്യറി എന്തുകൂടെയാണ്? ഇൻഡിപെൻഡൻ്റ് കൂടെയാണ്. അവരിൽ ഒരു തരം പവേഴ്സിനും ഇൻവോൾവ്മെൻറ്റ് പറ്റില്ല. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റമാണ് നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തന്നെ വയലേഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നടക്കുകയാണെങ്കിൽ ആരാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക? സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട്, നമ്മുടെ ജുഡീഷ്യൽ ബോഡിയാണ് അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഉണ്ട്. വി ക്യാൻ അപ്രോച്ച് ദ കോർട്ട് ആൻഡ് സീക്ക് ഫോർ ദ റെമഡി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയും കൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 2 മെയിൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് പേർപ്പസ് എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ദ സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം എല്ലാത്തിൻ്റെയും മേലെ നിൽക്കാൻ. ആ സുപ്രീമസി പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ആരും അത് വയലേറ്റ് ചെയ്യാണ്ടിരിക്കാൻ, അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയുടെ ആവശ്യമുണ്ട്. ജസ്റ്റ് കൺസിഡർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കിങ് ആണെങ്കിൽ അതിൻ്റെ പവർഫുൾ സോൾജറാണ് നമ്മുടെ ജുഡീഷ്യറി. അപ്പോൾ രണ്ടാമത്തെ പേർപ്പസ് എന്ന് പറയുന്നത് ടു സെറ്റിൽ ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്. എന്തെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്യാണ്, ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂവിൽ ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ സെൻറ്റർ എടുത്തതിൽ സ്റ്റേറ്റിനെ ബാധിക്കുകയാണെങ്കിലൊക്കെ
അതും സോർട്ട് ചെയ്യാൻ ഒരു മിഡിൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജുഡീഷ്യറി നിൽക്കും. അപ്പോൾ അതിനും ജുഡീഷ്യറി ബോഡി ഒരു വെരി ഇമ്പോർട്ടൻറ്റ് മേജർ റോള് കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ അതായത് ഫെഡറൽ ഫീച്ചേഴ്സിലെ ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെഡറൽ ഫീച്ചേഴ്സ്. ഇനി നമ്മുടെ അടുത്ത വീഡിയോയിൽ അതായത് നമ്മൾ ഓൾറെഡി കണ്ടു നമുക്ക് ഫെഡറൽ ഫീച്ചർ ഉണ്ട്, അതേപോലെ യൂണിറ്ററി ഫീച്ചറും ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ യൂണിറ്ററി ഫീച്ചർ കണ്ടിട്ട് നമുക്ക് ബാക്കി അതിനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടെ ഡിസ്കസ് ചെയ്യാം. സോ ഫെഡറൽ ഫീച്ചർ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അൺടിൽ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ വെൽ.